Dear students, welcome once again. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BEd ഫസ്റ്റ് ഇയറിന്റെ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷന്റെ യൂണിറ്റ് 6 പോളിസി ഫ്രെയിംവർക്ക് ഓൺ എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന ചാപ്റ്റർ ആണ്. അത് രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നോക്കുന്നത്, പാർട്ട് 1. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് കോത്താരി കമ്മീഷൻ, ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി, മാർഗമെ സാധിച്ചേച്ചയ്യ കമ്മിറ്റി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986, അതുപോലെ തന്നെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ പാർട്ട് 2 ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോത്താരി കമ്മീഷൻ ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ് കോത്താരി. DS കോത്താരി എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ 1961 ആ ഒരു കാലഘട്ടത്തില് UGC ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ എല്ലാ ആസ്പെക്ട്സും സ്റ്റഡി ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈമില് 1964 ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ആ കമ്മീഷന്റെ പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. 1964 ഒക്ടോബർ 2 അഥവാ ഗാന്ധി ജയന്തിക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ മേഖലകളിലും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, എങ്ങനെ അതിനെ മോഡേണൈസ് ചെയ്യാം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമിച്ചു. അതിന്റെ പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു അന്നത്തെ UGC ചെയർമാൻ ആയിരുന്ന ഇദ്ദേഹം, അഥവാ DS കോത്താരി. അതുകൊണ്ടാണ് ആ കമ്മീഷനെ നമ്മൾ കോത്താരി കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഈ കമ്മീഷൻ 1966 അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മീഷനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ആദ്യമായിട്ട് എഴുതേണ്ടത് ഇതൊരു അഡ്ഹോക് കമ്മിറ്റിയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് അതിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണിത്. അത് മാത്രമല്ല, ഇതിന്റെ മോഡേണൈസേഷൻ, അത് ഈ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെ എങ്ങനെ മോഡേണൈസ് ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോത്താരി കമ്മീഷൻ നമുക്ക് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് കോത്താരി കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അഥവാ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കോത്താരി കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷൻ, ഒരു രാഷ്ട്രത്തില് എഡ്യൂക്കേഷൻ കൊണ്ട് പുരോഗതി ഉണ്ടാവണം, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് നമ്മളിപ്പം ഡിഗ്രി വരെയൊക്കെ പഠിച്ചു, എന്നിട്ട് ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിപ്പാണ്. ഇപ്പൊ രാജ്യത്തിന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുപോലെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് വർക്കിൽ ഏർപ്പെടാൻ ആൾക്കാരെ പ്രചോദിപ്പിക്കണം. അതായത് ഒരു പ്രൊഡക്ടിവിറ്റി എലമെന്റും കൂടെ വിദ്യാഭ്യാസത്തിനുണ്ട് എന്നാണ് കോത്താരി കമ്മീഷന്റെ വ്യൂ. സോ അവര് പറയാം, അതായത് വൊക്കേഷണലൈസേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. എഡ്യൂക്കേഷൻ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് പോയിന്റ്, എയിംസ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. രണ്ടാമത്തെ പോയിന്റ് ആണ് ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ. നമ്മള് ഋഗ്വേദ കാലഘട്ടത്തിലൊക്കെ പഠിച്ച അതേ കാര്യങ്ങളാണോ ഇപ്പോഴും പഠിക്കുന്നത്? അല്ല അല്ലെ? അപ്പോ ഈ നമ്മുടെ മാറുന്ന സൊസൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും മാറുന്നുണ്ട്. സോ ഓരോ നിമിഷവും നമ്മുടെ സൊസൈറ്റി മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോഡേണൈസേഷനിൽ എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെ നമുക്ക് ജീവിച്ചു പോവാം, ഈ ഒരു ഫ്യൂച്ചർ സൊസൈറ്റിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, മോഡേണൈസ്ഡ് സൊസൈറ്റിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെയാണ് എഡ്യൂക്കേഷനിലൂടെ
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പുരോഗതിയിലേക്കാണ് നീങ്ങേണ്ടത്, അധോഗതിയിലേക്കല്ല. തേർഡ് പോയിന്റ് ആണ് പ്രൊമോട്ടിംഗ് നേഷണൽ ഇന്റഗ്രേഷൻ. അതായത് നമ്മൾ പലപ്പോഴും പഠിക്കുന്നത് കേരളത്തില് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെ പലതരം ഡിഫറൻസിയേഷൻ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ. അതായത് പല കൾച്ചർ ഉണ്ട്, നമുക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്, നമുക്ക് റിലീജിയൻ ഉണ്ട്, റീജിയണൽ ബാരിയേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ. പക്ഷെ ഈ ബാരിയേഴ്സിനെ ഒക്കെ മാറ്റി നിർത്തി നാം ഇന്ത്യക്കാർ എന്ന ഒരു, അതായത് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഒരു ചിന്താഗതി വളർത്തിയെടുക്കാൻ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് സാധിക്കണം. ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന എഡ്യൂക്കേഷൻ കൊണ്ട് ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നേഷണൽ ഇന്റഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ NSS ഒക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, നാഷണൽ സർവീസ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള. ഇങ്ങനെയുള്ള സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു സ്കീമൊക്കെയാണ് അത്. നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഇന്റഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യലാണ്. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ, തേർഡ് വൺ പ്രൊമോട്ടിംഗ് നാഷണൽ ഇന്റഗ്രേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കൾട്ടിവേറ്റിംഗ് സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. നമ്മളെ എഡ്യൂക്കേഷൻ കൊണ്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു യന്ത്രമായിട്ടല്ല ഒരു മനുഷ്യനെ കാണുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അഥവാ കോത്താരിയുടെ വ്യൂവില്, കോത്താരി കമ്മീഷന്റെ വ്യൂവില് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹോൾ പേഴ്സണിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സോഷ്യൽ വാല്യൂസ്, മോറൽ വാല്യൂസ്, സ്പിരിച്വൽ വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷന് സാധിക്കണം. വെറും നോളജ് അല്ല, സ്കില്ലും അതുപോലെ മോറൽ അതുപോലെ സ്പിരിച്വൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എഡ്യൂക്കേഷന് സാധിക്കണം. ഇതൊക്കെയാണ് കോത്താരി കമ്മീഷൻ എഡ്യൂക്കേഷന്റെ എയിംസ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കോത്താരി കമ്മീഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോത്താരി കമ്മീഷന്റെ വ്യൂ എന്നും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് റിഫോർമേഷൻസ് നീഡഡ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി കമ്മീഷൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ റിഫോർമേഷൻ വേണം എന്നാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള ഈ 3 പോയിന്റിൽ നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ ഈ സ്കൂളിലായാലും ഹയർ സെക്കൻഡറി സ്കൂളിലായാലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയാലും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് കരിക്കുലം ഡെവലപ്മെന്റ് പറയാം, അതുപോലെ കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് പറയാം, അല്ല ടീച്ചറുടെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഓരോ ഹെഡിങ് എഴുതുക, ഇങ്ങനെ റീഫോർമേഷൻസ് നീഡഡ് എന്നോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി കമ്മീഷൻ എന്നോ എഴുതിയിട്ട് ഫസ്റ്റ് ഒരു സബ് ഹെഡിങ് ആയിട്ട് സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള റെക്കമെൻഡേഷൻസ്. അതിൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന എല്ലാ റെക്കമെൻഡേഷൻസും നമുക്ക് അതിന്റെ അണ്ടറിൽ എഴുതാൻ പറ്റും. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് ഹോസ്റ്റല്, പിന്നെ ലൈബ്രറി, അതുപോലെ പിന്നെ ഹെൽത്ത്, അതായത് സ്പോർട്സ് ഐറ്റംസിനുള്ള ഫണ്ട്, അങ്ങനത്തെയൊക്കെ അതിൽ എഴുതാം. അതുപോലെ തന്നെ എൻറോൾമെന്റ് റേഷ്യോ കൂട്ടുക, പിന്നെ SC ST OBC അതുപോലെയുള്ള കുട്ടികളെ ഈ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലും ഹയർ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലും ഒക്കെ ഇതൊക്കെ എഴുതാൻ പറ്റുന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് അഡൾട്ട് എഡ്യൂക്കേഷൻ. ഈ അഡൾട്ട് എഡ്യൂക്കേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനാണ്. പക്ഷെ പലപ്പോഴും ഈ അഡൾട്ടിനെ എഡ്യൂക്കേഷനിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ചിന്താഗതിയായിരുന്നു അത്രയും നാള് ഉണ്ടായിരുന്നത്. ഈ ഒരു സ്കീമില് കോത്താരി കമ്മീഷൻ പറഞ്ഞത് അഡൾട്ടിനെയും നമ്മൾ വളരുന്തോറും പഠിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അഡൾട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പോയിന്റും ഇവിടെ ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ. അതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രീ സ്കൂള്, സെക്കൻഡറി സ്കൂള്, അതായത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഇല്ലേ, 10+2+3 എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ, അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ കൊണ്ടുവരാനും ഈ ഒരു കോത്താരി കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ട്.
അതായത് ആദ്യം ഒരു പ്രീ പ്രൈമറി, പ്രൈമറി തന്നെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ദെൻ യൂണിവേഴ്സിറ്റി. ആ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ കൊണ്ടുവരാൻ കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷനിലെ ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആണ് സയൻസ് ആൻഡ് റിസർച്ച്. നമ്മുടെ രാഷ്ട്രം വളരണമെങ്കിൽ ശാസ്ത്രം വളരണം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് രാഷ്ട്രങ്ങൾ, ചൈനയൊക്കെ ഇപ്പോഴും വളരെ ഒരു വമ്പൻ ശക്തിയായിട്ടാണ് ചൈനയിലെ ആൾക്കാർ കാണുന്നത്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ശാസ്ത്രം തന്നെയാണ്. അപ്പൊ ഈ ശാസ്ത്രത്തിന്റെ അതുപോലെ റിസർച്ചിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന പല തരം റെക്കമെൻഡേഷൻസും ഇതിൽ കാണാൻ കഴിയും. നെക്സ്റ്റ് ആണ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് സ്റ്റാറ്റസ്. ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ സർവീസ് ട്രെയിനിങ്ങും പ്രീ സർവീസ് ട്രെയിനിങ്ങും. പ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിൽ കയറുന്നതിന് മുമ്പേയുള്ള ട്രെയിനിങ്. അതുപോലെ തന്നെ ഇൻ സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസിൽ നിൽക്കുമ്പോഴുള്ള ട്രെയിനിങ്. നമുക്കൊക്കെ ഇപ്പോഴും ഈ ടീച്ചേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു കൊല്ലം 2 തവണയൊക്കെ നമ്മുടെ ഈ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, ഇൻ സർവീസ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ട്രെയിനിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ചൈൽഡിന്റെ എന്തൊക്കെ സൈക്കോളജികൾ പഠിക്കണം, അതായത് ചൈൽഡ് സൈക്കോളജി പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചർ ട്രെയിനിങ്ങിന്റെ എല്ലാ ആസ്പെക്ട്സും ഈ ഒരു റെക്കമെൻഡേഷൻ കവർ ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, സ്പെഷ്യൽ ചിൽഡ്രന് എങ്ങനെ ടീച്ചർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ളതൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ടീച്ചർക്ക് ട്രെയിനിങ് കൊടുത്താൽ മാത്രം പോരല്ലോ, ടീച്ചർ സ്കൂളിൽ ചെന്നാൽ ടീച്ചർക്ക് ആ ഒരു പഠിപ്പിക്കുന്ന കാര്യത്തിൽ ആ ഒരു മോട്ടിവേഷൻ വേണം. അതിനുള്ളതാണ് ടീച്ചർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരു നല്ല ഒരു ശമ്പളം കൊടുക്കുക, അതുപോലെ തന്നെ ടീച്ചർക്ക് നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി, ദൂരെ നടന്നു വരുന്ന ടീച്ചറാണെങ്കിൽ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കുക, ടീച്ചർക്കുള്ള ഒരു സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് ടീച്ചർക്ക് ഒരു വില കിട്ടുന്നത്. ആ വില കിട്ടുമ്പോഴാണ് ടീച്ചിങ് ഒരു നല്ല ജോബായിട്ട്, ടീച്ചിങ് ഒരു എന്താ പറയാ കൺവിൻസിങ് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ജോബായിട്ട് ആൾക്കാർക്ക് തോന്നുന്നത്. സോ ടീച്ചർ ട്രെയിനിങ്ങിനൊപ്പം തന്നെ ടീച്ചർ സ്റ്റാറ്റസിനും നമ്മൾ കൊടുക്കണം എന്നാണ് കോത്താരി കമ്മീഷൻ പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റുഡന്റ് വെൽഫെയർ. സ്റ്റുഡന്റ് വെൽഫെയർ എന്ന് പറയുമ്പോൾ പലതരം സ്റ്റുഡൻസിനെ കണ്ടെത്തുക, അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാവും, ഡിഫറെന്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ഉണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള ചിൽഡ്രൻ ഉണ്ടാവും. അവരെയൊക്കെ നീഡ്സിനനുസരിച്ച് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുള്ള ഒരു കരിക്കുലം ഒക്കെ കൊടുത്ത്, നമ്മുടെ കരിക്കുലം തന്നെ ഫോളോ ചെയ്ത് ഹെവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കുക. അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോടും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു സമ്പ്രദായം സ്വീകരിക്കുക എന്നുള്ളതാണ് സ്റ്റുഡന്റ് വെൽഫെയറിൽ കാര്യമായിട്ട് പറയാനുള്ളത്. അതായത് ഇത് മാത്രമല്ല, സ്പോർട്സ്, അതുപോലെ സ്കൂളിനെ ഒരു സ്കൂൾ കോംപ്ലക്സ് ആക്കി മാറ്റുക. സ്കൂളും സ്കൂൾ കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ കോംപ്ലക്സിലാവുമ്പോൾ നമ്മുടെ ലൈബ്രറി ഉണ്ടാവും, സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റി ഉണ്ടാവും, എല്ലാതരം ആക്ടിവിറ്റി, ഒരു സ്കൂളിന്റെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാതരം ആക്ടിവിറ്റിയും ആ കോംപ്ലക്സ് നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് സ്കൂൾ കോംപ്ലക്സ്. അപ്പോൾ സ്കൂളിനെ ഒരു സ്കൂൾ കോംപ്ലക്സ് ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഡിഫറെന്റ്ലി ഏബിൾഡിലാണെങ്കിൽ പലതരം ഓഡിയോ, അതുപോലെ തന്നെ നമുക്കറിയാം ബ്രെയിൻലി ലിപിയിൽ ഉള്ള ടെക്സ്റ്റ് ബുക്സ്, അങ്ങനെയുള്ള കുറെ സഹായങ്ങൾ വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അങ്ങനെ സ്റ്റുഡൻസിന് ഒരു സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തിക്കൊണ്ടുവരിക. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫൈനാൻസ്. ഈ നമ്മളെ ഇത്രയും എഡ്യൂക്കേഷനിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അതിനെ എങ്ങനെ ഫൈനാൻസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാം എന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് ഇതിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, എഡ്യൂക്കേഷനിലെ പവർ, കരിക്കുലം ആരാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കരിക്കുലത്തിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ് എന്നുള്ള ആ ഒരു അഡ്മിനിസ്ട്രേഷനും കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് പോളിസി.
ഇതിൽ 3 ലാംഗ്വേജ് പോളിസിയാണ് ഈ കോത്താരി കമ്മീഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആദ്യം മാതൃഭാഷയിൽ തുടങ്ങി, പിന്നീട് ഇംഗ്ലീഷ്, ഹിന്ദി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതായത് നമ്മുടെ ഒരു രാഷ്ട്രഭാഷ കൂടാതെ ഒരു യൂറോപ്യൻ ലാംഗ്വേജ്, അങ്ങനെ 3 ലാംഗ്വേജുകൾ പഠിപ്പിക്കാനാണ് കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഈ കോത്താരി കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. കോത്താരി കമ്മീഷനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യം എഴുതേണ്ടത് കോത്താരി കമ്മീഷന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നീട് മറ്റൊരു ഹെഡിങ്ങിൽ നിങ്ങൾക്ക് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എഴുതാം. എന്നിട്ട് ഓരോ ഈ 4 പോയിന്റും എഴുതിയിട്ട് അതിന് അണ്ടറിൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ എഴുതാം. ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് അതിനെ വിശദീകരിച്ച് എഴുതാം. പിന്നെ ഈ റെക്കമെൻഡേഷൻസ് നീഡലിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഹെഡിങ്സ് ആണ്, സബ് ഹെഡിങ്സ് ആണ്. ഈ ഹെഡിങ്സിന്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ എഴുതി വെക്കാവുന്നതാണ്. അടുത്തതാണ് ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി. 1977 ഉള്ള ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതില് 3 ടേംസ് ആണുള്ളത്. നമുക്ക് SUPW അഥവാ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. SUPW സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റിയാണ്. ഇനി ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന ടേം ആണെങ്കിൽ അത് മഹാത്മാഗാന്ധിയാണ്. വർക്ക് എക്സ്പീരിയൻസ് എന്ന ടേം കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. ഈ 3 ടേംസും നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ടേംസ് ആണ്. ഈ ഒരു കമ്മിറ്റിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളത് ആകെ ആ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന ടേമിനെ കുറിച്ചാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി ആണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ മാത്രമാണ്, ആ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് SUPW അഥവാ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ഈ ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ 1978 വന്ന കമ്മിറ്റിയാണ് ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി. അതില് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് SUPW എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പർപ്പസീവ് ആൻഡ് മീനിങ്ഫുൾ മാനുവൽ വർക്ക് റിസൾട്ടിങ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് മീനിങ്ഫുൾ ടു ദ സൊസൈറ്റി. ഒന്നുകൂടെ പറയാം. It is purposive, meaningful and manual work resulting in goods and services meaningful to the society. അതായത് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനേഷൻ ആണ് SUPWന്റെ അഥവാ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കിന്റെ ഡെഫിനേഷൻ ആണ് ഈ തന്നേക്കുന്നത്. ഇതിൽ പറയുന്ന പർപ്പസീവ്, അതായത് നമ്മൾ പർപ്പസോടെ ചെയ്യുന്ന ഒരു കടമയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് മീനിങ്ഫുൾ മാനുവൽ വർക്കാണിത്. നമ്മൾ സ്വമേധയാ ചെയ്യുന്ന, പർപ്പസോടെ ചെയ്യുന്ന മീനിങ്ഫുൾ ആയ വർക്കാണ് ഈ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. അത് എന്തിലാണ് റിസൾട്ട് ചെയ്യുന്നത്? റിസൾട്ടിങ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ മീനിങ്ഫുൾ ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് മീനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകരിക്കുന്ന ഗുഡ്സും സർവീസും ഉണ്ടാക്കുന്ന ഒരു വർക്ക് നമ്മൾ പർപ്പസോടെ മീനിങ്ഫുൾ ആയ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്കിനെ നമ്മൾ വിളിക്കുന്നതാണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഈ സ്വച്ഛതാ ഭാരതിലൊക്കെ നമ്മൾ കുറെ ആൾക്കാരൊക്കെ ഈ സ്വച്ഛ് ഭാരത് മിഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ ക്ലെൻലിനെസ് ഡ്രൈവില്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഡ്രൈവിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ടാവും, എന്റെ മരം പദ്ധതിയിലൊക്കെ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിനെ 2 തരത്തിൽ നമുക്ക് വിഭാഗീകരിക്കാം. അതായത് ഗുഡ്സും സർവീസസും. നമുക്ക് നോക്കാം. ഈ ഞാൻ പറഞ്ഞ പോലത്തെ എന്റെ മരം പദ്ധതി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഡ്രൈവ്, ഈ ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലരും ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ സർവീസസ് ആണ്, നമ്മുടെ സൊസൈറ്റിക്ക് ഉപകരിക്കുന്ന സർവീസസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്തവര് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കാണ് ചെയ്യുന്നത്. ഈ NSS പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് തന്നെയാണ്.
അത് മാത്രമല്ല ഇതിൽ ഗുഡ്സ് ഉണ്ടാക്കാം. അതായത് നമ്മളെ കൊട്ട നെയ്യാം, അല്ലെങ്കിൽ തയ്യൽ പരിശീലനം, അതുപോലത്തെ കാര്യങ്ങൾ, ഇങ്ങനെ എന്താണ് ബുക്ക് ബൈൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കാണ്. അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായ ഗുഡ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തു. സോ ഇറ്റ് ഈസ് എ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി പറഞ്ഞത് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കും കൂടെ എഡ്യൂക്കേഷന്റെ കൂടെ കൊണ്ടുപോവേണ്ടതാണ് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റിയിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് ആണ് മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി. 1978 മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റൊരു പേരാണ് നാഷണൽ റിവ്യൂ കമ്മിറ്റി എന്നത്. അതുപോലെ തന്നെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ +2 സ്റ്റേജിലുള്ള കരിക്കുലത്തിനെ റിവ്യൂ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റിവ്യൂ കമ്മിറ്റി, നാഷണൽ റിവ്യൂ കമ്മിറ്റി, റിവ്യൂ ഓഫ് ദ കരിക്കുലം ഓഫ് +2 സ്റ്റേജ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞ അതേ ഒബ്ജക്റ്റീവ് ആണ്, നേരത്തെ പറഞ്ഞു, റിവ്യൂ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ റിവ്യൂ ഓഫ് +2 സ്റ്റേജ്. അത് മാത്രമല്ല ഈ +2 സ്റ്റേജിനെ വൊക്കേഷണലൈസ് ചെയ്യുക എന്നൊരു എയിമും കൂടി ഇതിനുണ്ടായിരുന്നു. അതായത് പഠനത്തോടൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ജോലി, അതായത് എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക, നമ്മളെ പ്രൊഡക്റ്റീവ് ആയ ഒരു സ്കില്ല്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വൊക്കേഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ HSCനെ റിവ്യൂ ചെയ്യുക, കൂടാണ്ട് തന്നെ അതിനെ വൊക്കേഷണലൈസ് ചെയ്യുക. ഈ രണ്ടാണ് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. സെക്കൻഡ്, സ്റ്റഡി ദ സിലബസ് ആൻഡ് കോഴ്സസ് ഓഫ് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ സിലബസ്, കോഴ്സസ് അതൊക്കെ പഠിക്കുക, അതിന് വേണ്ട മോഡിഫിക്കേഷൻസ് പറയുക, അതൊക്കെയാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ആണ് റെക്കമെൻഡഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ വൊക്കേഷണലൈസേഷൻ ഓഫ് HSC. നമ്മൾ നേരത്തെ പറഞ്ഞു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ വൊക്കേഷണലൈസ് ചെയ്യുക എന്നുള്ള ഒരു എയിം ഉണ്ടായിരുന്നു. ആ എയിമിന് വേണ്ട പ്ലാൻ ഓഫ് ആക്ഷനും കൂടെ ഈ കമ്മിറ്റി തന്നെ പറയണം. ഇതെല്ലാം ഇതിന്റെ ഒബ്ജക്റ്റീവ്, എയിം അതെല്ലാം, എങ്ങനെ ഈ വൊക്കേഷണലൈസേഷൻ നടത്താം എന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷനും കൂടെ ഈ മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രകാരം നമുക്ക് ലേണിംഗ് കമ്പണൻസ് ഓഫ് HSC എന്ന് പറയുന്നത്, അഥവാ ഈ +2 വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നേടേണ്ടത് എന്ന് ഈ മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഒന്ന്, ഒരു ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണലൈസേഷൻ. ഈ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗെയിൻ ചെയ്യുന്ന നോളജ്, ആ ഒരു സംഭവമാണ് ജനറൽ എഡ്യൂക്കേഷൻ. ഈ വൊക്കേഷണലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ്, എങ്ങനെ ഒരു ഇപ്പൊ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോലത്തെ അല്ലെങ്കിൽ MLT പോലത്തെ നമ്മൾ എല്ലായിടത്തും ഉള്ള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, VHSE എന്ന് കേട്ടിട്ടുണ്ടാവും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടാവും. അവർ പഠിക്കുന്ന കോഴ്സസ് ഇപ്പം പിന്നെ MLT പോലത്തെ കോഴ്സസ് പഠിക്കുന്നുണ്ട്, അങ്ങനെ പലതരം കോഴ്സസ് പഠിക്കുന്നുണ്ട്, ഹോം സയൻസ് പഠിക്കുന്നവരുണ്ട്. ഇങ്ങനെ 2 കമ്പണൻസ് HSCക്ക് ഉണ്ടാവണം, നിർബന്ധമായി ഉണ്ടാവണം എന്നാണ് മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതില് ജനറൽ എഡ്യൂക്കേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേഴ്സണിനെ ഡെവലപ്പ് ചെയ്യാനുള്ള നോളജ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷന്റെ എയിം തന്നെ ഒരു നല്ല പേഴ്സൺ. നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ഇൻഡിവിജ്വലിനെ കാണുന്നത് ഒരു ഹോൾ പേഴ്സൺ ആയിട്ടാണ്, അല്ലാണ്ട് ഒരു നോളജ് അറ്റൈനിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല. സോ അവരുടെ പേഴ്സണാലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സോഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് വർക്ക്, ഇതത്രയുമാണ് ജനറൽ എഡ്യൂക്കേഷനിൽ നമ്മൾ ഗെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി വൊക്കേഷണൽ എഡ്യൂക്കേഷനിലാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ സ്കിൽസ് ഗെയിൻ ചെയ്യുന്നുണ്ട്,
അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ സ്കിൽസ് ഗെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ ഗെയിൻ ചെയ്ത ആ ഒരു സ്കില്ല് കൊണ്ട്, ആ പ്രാക്ടിക്കൽ സ്കില്ല് കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി നമ്മൾ നേടി അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ മാറും. അത് മാത്രമല്ല, ഈ ഒരു സ്കില്ല് നേടുന്നത് മുഖേന നമുക്ക് എംപ്ലോയ്മെന്റ് വേർത്തിനെസ് ഉണ്ടാവും. നമുക്ക് ജോലി കിട്ടാനൊക്കെ എളുപ്പമായി തീരും. ഇതാണ് മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി പറയുന്ന 2 കമ്പണൻസ്. ലേണിംഗ് HSCന്റെ 2 ലേണിംഗ് കമ്പണൻസ് ആണ് ജനറൽ എഡ്യൂക്കേഷനും വൊക്കേഷണലൈസേഷനും. ഇനി അതിന്റെ അഥവാ നമ്മുടെ മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സും ആണ് പറഞ്ഞത്. ഇനി റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്, ജനറൽ എഡ്യൂക്കേഷനും വേണം, അതുപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും വേണം. ഇത് രണ്ടും കൂടി ചേർന്നതായിരിക്കണം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് തിങ് ഈസ് നോ റിജിഡ് സ്ട്രീമിംഗ് ഓഫ് കോഴ്സസ്. അതായത് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കെമിസ്ട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ കെമിസ്ട്രി തന്നെ എടുക്കാം, പക്ഷെ അതിന്റെ കൂടെ തന്നെ പല ഓപ്ഷണൽ സബ്ജക്ട്സ് കൊടുക്കാം. കെമിസ്ട്രി വിത്ത് ബയോളജി, അങ്ങനെ നമ്മളിപ്പോ തന്നെ പലരും കണ്ടിട്ടുണ്ടാവും. PCMB, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഹോം സയൻസ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരം കോമ്പിനേഷൻസ് ഉണ്ട്. ഈ കോഴ്സസിന്റെ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയില്ല. 10ാം ക്ലാസ് വരെ നമുക്ക് എല്ലാ വിഷയവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. HSC ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സസ്, വേണ്ടുന്ന തരത്തിലുള്ള കോഴ്സസ് പഠിക്കാൻ സാധിക്കും. സോ ദർ ഈസ് നോ റിജിഡ് സ്ട്രീമിംഗ് ഓഫ് കോഴ്സസ്. പിന്നെ വൊക്കേഷണൽ സ്പെക്ട്രം ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഒക്കുപേഷണൽ ഏരിയാസ്. അതായത് നമ്മൾ പറഞ്ഞു വൊക്കേഷണൽ എഡ്യൂക്കേഷനും വേണം, കൂടെ തന്നെ ജനറൽ എഡ്യൂക്കേഷനും വേണം. ജനറൽ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും വേണമെന്ന് പറഞ്ഞു. ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അഗ്രികൾച്ചറൽ മേഖലയിൽ അല്ലെങ്കിൽ റൂറൽ ഒക്കുപേഷണൽ ഏരിയാസിലൊക്കെയാണ് കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് മാൽഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് വൊക്കേഷണൽ സ്പെക്ട്രം ബുക്സ് സ്യൂട്ടിംഗ് ടു ദ ലോക്കൽ നീഡ്സ്. അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞു, അപ്പൊ അതിന് കൃത്യമായ ബുക്സ് ഒക്കെ വേണ്ടി വരും. ഈ ബുക്സ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ റൂറൽ ഒക്കുപേഷൻ ഏരിയാസിനെ ആസ്പദമാക്കിയിട്ടായിരിക്കണം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ അവലംബിക്കുന്ന അതേ കാർഷിക രീതി ആയിരിക്കില്ല കേരളത്തിൽ അവലംബിക്കുന്നുണ്ടാവുക. സോ അതേ ബുക്ക് ഇവിടെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ലോക്കൽ ആയിട്ടുള്ള ഈ കണ്ണൂർ ഇന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്, അത്രയും ലോക്കൽ ആയിട്ടുള്ള വൊക്കേഷണൽ ബുക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ദ വൊക്കേഷണൽ ബുക്സ് suiting to the local needs. Next is semester pattern and credit system. അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു സെമസ്റ്റർ പാറ്റേൺ ആണ്. 6 മാസം കൂടിയുള്ള ഒരു സെമസ്റ്റർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. അത് മാത്രമല്ല ക്രെഡിറ്റ് സിസ്റ്റം ആണ് വേണ്ടത് എന്ന് പറയുന്നത്. ഇതൊന്നും ഇപ്പൊ ഫോളോ ചെയ്യുന്നില്ല. ഇതിപ്പോ നിലവിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത്ര ക്രെഡിറ്റ് 3 ക്രെഡിറ്റ് ഉള്ള കോഴ്സ് ഇത്ര അവേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റീസിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. സെമസ്റ്റർ പാറ്റേണും ഒക്കെ യൂണിവേഴ്സിറ്റീസിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൗൺസിലിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസസ്. അതായത് നമ്മളിപ്പം വൊക്കേഷണലൈസ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. കാരണം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി, എനിക്ക് ഇന്ന കഴിവുണ്ട്, ഇന്ന സ്ഥാപനങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് തുന്നാൻ അറിയാം, അങ്ങനെയുള്ള ഒരു കഴിവൊക്കെ ഞാൻ ആർജിച്ചു വെച്ചു, വൊക്കേഷണൽ സ്കില്ലൊക്കെ ഞാൻ ആർജിച്ചു വെച്ചു. പക്ഷെ എനിക്ക് അതിനെ സംബന്ധിച്ച ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. സോ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസസ് ഉള്ളത്. 3-4 സ്കൂളുകൾക്ക് ഒരു കൗൺസിലിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസസ് നിർബന്ധമാണ്. അതായത് 4 സ്കൂൾ ഉണ്ടെങ്കിൽ 4 വൊക്കേഷണൽ സ്കൂളുകളെ ചേർത്ത് ഒരു ഓഫീസ് ഉണ്ടാവും. ഈ ഓഫീസസ് എന്ത് ചെയ്യും? ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ
നേടിയ കുട്ടികളെ റിക്രൂട്ട്മെന്റിന് സഹായിക്കും. ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നമ്മൾ നേടിയ കഴിവനുസരിച്ചുള്ള റിക്രൂട്ട്മെന്റിന് ഇവർ സഹായിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫുൾ ടൈം പ്ലസ് പാർട്ട് ടൈം ടീച്ചേഴ്സ്. അതായത് എപ്പോഴും ഫുൾ ടൈം ടീച്ചേഴ്സ് മാത്രം ആവണമെന്നില്ല, പാർട്ട് ടൈം ടീച്ചേഴ്സിനെ ഉപയോഗിക്കാം. ഈ പാർട്ട് ടൈം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ടീച്ചേഴ്സ് ഒക്കെ ലീവ് ആയാൽ പാർട്ട് ടൈം ടീച്ചേഴ്സിനെ എടുക്കാം. അത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, ചില ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടീച്ചിങ് ഫീൽഡിനോട് താല്പര്യം ഉണ്ടാവും, അവർക്ക് ആ ഒരു സ്കില്ല് കൂടുതലും ഉണ്ടാവും, അറിവും കൂടുതലുണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ടീച്ചേഴ്സ് ആയിട്ടും കൊണ്ടുവരാം. അങ്ങനെ അതിന്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ. നെക്സ്റ്റ് ആണ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊക്കെ തന്നെയാണ് എല്ലാ ഇതിലും പറയുന്നത്. എല്ലാ തരം കമ്മിറ്റികളിലും പറയുന്ന ഒരു കാര്യമാണ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യമെല്ലാം എല്ലാ കമ്മിറ്റിയും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്. ഇതില് മാറ്റമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക, പഠിക്കുക. ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ അതിശയം ചെയ്യേണ്ടതാണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷനും വൊക്കേഷണൽ എഡ്യൂക്കേഷനും പ്രാധാന്യം കൊടുത്തു. ഇങ്ങനെ 2 സ്ട്രീംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി നമുക്ക് ഏതാണ്ടൊന്ന് ബ്രെയിൻ സ്റ്റോം എടുത്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് കരിക്കുലം. ചൂസ് ആൻഡ് കമ്പൈൻ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. അതായത് നമുക്ക് വേണ്ടുന്ന വിഷയങ്ങൾ ചൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് അതിന് മാത്രം വേണമെങ്കിൽ പോയി ഇരിക്കാം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലേ. നമുക്ക് വേണ്ടുന്ന വിഷയങ്ങൾ മെയിൻ ആയിട്ട് എടുക്കുക, ഓപ്ഷണൽ ആയിട്ട് പലതരം വിഷയങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു സ്ട്രക്ചർ ആണ് മാൾഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഈ കരിക്കുലത്തില് അവര് പറയുന്നത് ഈ സ്റ്റുഡൻസിനെ ചൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് അവരുടെ നീഡിനനുസരിച്ച് കമ്പൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കരിക്കുലമാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടത്. നെക്സ്റ്റ് ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് സെറ്റ് ചെയ്യാം. ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ഥാപിക്കുക. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ് ഫണ്ട് റേസിംഗ്. ഇതൊക്കെയാണ് റെക്കമെൻഡേഷൻസിൽ അവർ പറഞ്ഞിട്ടുള്ളത് മാൾഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986. നമ്മൾ ഇതുവരെ കോത്താരി കമ്മീഷൻ കണ്ടു, അതുപോലെ തന്നെ ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി കണ്ടു, മാൾഗം എസ് ആദിശേഷയ്യ കമ്മിറ്റി കണ്ടു. ഇങ്ങനെ 3 കമ്മിറ്റീസ് ആണ് കണ്ടത്. ഇനി ഇപ്പൊ കാണാൻ പോകുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. ഇതില് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NPE എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സ്ഥാപിക്കുന്ന ഒരു ഇതാണ് NPE, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതുവരെ 2 NPE ഉണ്ടായിട്ടുണ്ട്. 1968 ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്ന നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞ് 1986 രാജീവ് ഗാന്ധിയുടെ സമയത്തുണ്ടായിരുന്ന NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. നമുക്ക് പഠിക്കാനുള്ളത് രാജീവ് ഗാന്ധിയുടെ സമയത്തുള്ള NPE മാത്രമാണ്. ഇത് നമുക്ക് പഠിക്കാനില്ല. ഇതില് പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NPE 1986 എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷന് ഓവറോൾ എഡ്യൂക്കേഷനെ സ്പാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എലമെന്ററി എഡ്യൂക്കേഷൻ മുതൽ കോളേജ് എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ, അതായത് റൂറലിന്റെ ആയാലും അർബന്റെ ആയാലും ഏത് തരം ഡിവിഷന്റെ ആയാലും എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷനെ കുറിച്ചുള്ള എല്ലാ ആസ്പെക്ട്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. NPE 1986 രാജീവ് ഗാന്ധിയുടെ സമയത്ത് വന്ന ഈ NPEയിൽ കവർ ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ എംഫസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതിന്റെ എംഫസിസ് എന്ന് പറയുന്നത് ഓൺ ദ റിമൂവൽ ഓഫ് ഡിസ്പാരിറ്റീസ് ആണ്. ഡിസ്പാരിറ്റീസിന്റെ റിമൂവലിനാണ് ഇത് എംഫസിസ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പാരിറ്റീസ് എന്ന് പറയുമ്പോൾ റൂറൽ അർബൻ ഡിവൈഡ്, അതുപോലെ തന്നെ പിന്നെ ജെൻഡർ ഡിവിഷൻ, കാസ്റ്റ് ഡിവിഷൻ, അതുപോലെ എത്നിക് ഡിവിഷൻ, ഇതൊക്കെ ഇല്ലാതാക്കി ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ, എഡ്യൂക്കേഷനിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനാണ് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു പോളിസി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ക്വാളിറ്റി ഡെവലപ്മെന്റ്. ഇതെല്ലാം നമ്മള് വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഏത് ഇതിന്റെയും നീഡായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ നീഡ്സ് ഓഫ് ദ പോളിസിയിൽ ക്വാളിറ്റി ഡെവലപ്മെന്റ്, അതായത് ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ക്വാളിറ്റിയെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യണം. ഇത്ര നാളുള്ള വിദ്യാഭ്യാസ സിസ്റ്റത്തിന് അത്ര ക്വാളിറ്റി പോരായിരുന്നു എന്ന് തോന്നി. അതിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിറ്ററസി പെർസെൻറ്റേജ് കൂട്ടാൻ. അതായത് നമ്മളെപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഫോർ ഓൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21A പ്രകാരമുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21A പ്രകാരം എഡ്യൂക്കേഷൻ ഫോർ ഓൾ കൊടുക്കണം എന്നാണ് പറയുന്നത്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ലിറ്ററസി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേറ്റ് ആയ ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ അതിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഈ പോളിസിന്റെ നീഡ്. ഇതാണ് നേരത്തെ പറഞ്ഞത്, ആർട്ടിക്കിൾ 21A പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു ഇത് കൊണ്ടുവരണമെങ്കിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പാരിറ്റീസിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ ഒരു ഡിസ്പാരിറ്റീസിനെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചർ എഡ്യൂക്കേഷനിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ 21A പ്രകാരമുള്ള ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷനെ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതാണ് തേർഡ് നീഡ് എന്ന് പറയുന്നത്. ഫോർത്ത്, മോഡേണൈസേഷൻ ഓഫ് കരിക്കുലം ആൻഡ് എക്സാമിനേഷൻസ്. അതായത് നമ്മുടെ ചേഞ്ചിങ് സൊസൈറ്റിക്ക് അനുസരിച്ച് നമ്മുടെ കരിക്കുലവും മാറ്റണം, അതുപോലെ തന്നെ എക്സാമിനേഷൻ രീതികളും ഒക്കെ മാറ്റേണ്ടി വരും. നമുക്ക് തന്നെ അറിയാം, കൊറോണ സമയത്താണെങ്കിൽ നമുക്കൊക്കെ ഓൺലൈനായിട്ട് പലർക്കും ഓൺലൈനായിട്ട് എക്സാമിനേഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരിക്കുലവും എക്സാമിനേഷൻസ് ഒക്കെ ചേഞ്ചിങ് നീഡ്സ് ഓഫ് സൊസൈറ്റി അനുസരിച്ച് മാറ്റണം, മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇത്രയാണ് നീഡ്സ് ഓഫ് ദ പോളിസി. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986ന്റെ സാലിയന്റ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ആണ്. അതായത് 10+2+3 എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചർ കൊണ്ടുവന്നത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 പ്രകാരമാണ്. നെക്സ്റ്റ് ഈസ് കോമൺ കോർ കരിക്കുലം അഥവാ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഈ പോയിന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റൊരു രാഷ്ട്രമാണ്, നമുക്കറിയാലോ ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് ഡൈവേഴ്സ് ആൾക്കാരുള്ള കൺട്രിയാണ്. അതായത് പലതരത്തിലുള്ള മതങ്ങള്, പല കാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുള്ള കൺട്രിയാണ്, പല സ്റ്റേറ്റുകള്. ഇതിനെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരണം. അതായത് ഒരു നേഷന് ഒരു ഫ്രെയിംവർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. ഒരു കോമൺ കോർ ഉണ്ടാവും. നമ്മൾ ഇന്ന് ഈ ടെൻത്തിൽ നമ്മൾ ഇത്ര വിഷയം പഠിക്കണം, ഈ വിഷയത്തിൽ ഇന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്നൊക്കെയുള്ള ഒരു കോമൺ കോർ ഉണ്ടാവും. ആ കോമൺ കോർ ഫോളോ ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് സ്റ്റേറ്റിനായാലും അല്ലെ ലോക്കൽ ബോഡീസിനായാലും ഡിസൈഡ് ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് കോമൺ കോർ കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യക്കൊട്ടാകെ ഒരു കോമൺ കോർ ഉണ്ടാവും കരിക്കുലത്തിന്. പക്ഷെ പല സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലാണ് പഠിക്കുന്നത്. ഇന്നതാണ് പഠിക്കേണ്ടത്, ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ള
ഒരു കോമൺ കോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ബാക്കി നമ്മൾ എന്ത് വേണമെങ്കിലും പഠിക്കാന്നുള്ളതാണ്. അതാണ് നമ്മുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അതായത് കോമൺ കോർ ആണുള്ളത്. ഇത് എന്തിനാണെന്ന് വെച്ചാല് ഈ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും നമ്മുടെ കൾച്ചർ ഒന്നാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം. അതായത് ഇന്ത്യ ഒട്ടാകെ ഒരു രാജ്യമാണ്, ഇന്ത്യയുടെ കൾച്ചർ ഒന്നാണ്. പിന്നെ ഇങ്ങനെ ഒരു കോമൺ കോർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഉണ്ടാവും, ഈ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ തന്നെ പലപ്പോഴും നമ്മൾ എപ്പോഴും രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോ സെക്യുലറിസത്തിന്, നമ്മുടെ ഡെമോക്രസിക്കെല്ലാം അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. പലരും പലതരത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ അടിച്ചിറക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോ ഒരു കോമൺ കോർ ഉള്ളത് കൊണ്ട് തന്നെ സെക്യുലറിസത്തിനും ഡെമോക്രസിയെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കോമൺ കൾച്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഇത്രയൊക്കെ നമ്മള് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രത്തിന് ഒറ്റ ഒരു കോറാണ് എന്നുള്ള ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമൺ കോർ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഒട്ടാകെ ഒരു കോമൺ കോർ ഉണ്ട്. നെക്സ്റ്റ് തിങ് ഈസ് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. നമ്മൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷനിൽ പറഞ്ഞ ഒരു സംഭവമാണിത്, മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. അതായത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് അച്ചീവ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. അച്ചീവ്മെന്റിന് ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 4 അക്ക സംഖ്യ കൂട്ടുകയും കിഴിക്കുകയും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇത് അവന്റെ മിനിമം ലെവലാണ്. ഇത്രയെങ്കിലും ഒരു 4ാം ക്ലാസ്സുകാരൻ ചെയ്തിരിക്കണം. പിന്നെ വേണമെങ്കിൽ അവന് ഗുണിക്കോ ഹരിക്കോ 5 അക്ക സംഖ്യ കൂട്ടോ കിഴിക്കോ ഇതൊക്കെ ചെയ്താല് വളരെ നല്ലത്. പക്ഷെ മിനിമം ഇത്രയെങ്കിലും ചെയ്തിരിക്കണം എന്നൊരു കൺസെപ്റ്റാണ്. അതാണ് ഇവിടെ കൊണ്ടുവന്നത്. നാഷണൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 പ്രകാരം എല്ലാ ലെവലിലും മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് സെറ്റ് ചെയ്തു. ഇനി അതിന്റെ റെക്കമെൻഡേഷൻസ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് അതെന്താണെന്ന് കണ്ടു, പിന്നെ അതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് കണ്ടു. ഇനി എന്തൊക്കെയാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി റെക്കമെൻഡ് ചെയ്തത് എന്ന് നോക്കാം. ഇപ്പോ നാഷണൽ കരിക്കുലമാണ് റെക്കമെൻഡ് ചെയ്തത്. ഇത് ഒക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എഡ്യൂക്കേഷൻ ഫോർ ഓള്, ഇതും നിങ്ങൾക്ക് വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റിമോട്ട് ഏരിയാസിൽ അഡൽട്ട് ഇല്ലിറ്ററസി, എലമെന്ററി എഡ്യൂക്കേഷൻ, ഇതൊക്കെ അതിന്റെ സബ് പോയിന്റ്സ് ആയിട്ട്. അതായത് എന്തിനാണ് എഡ്യൂക്കേഷൻ ഫോർ ഓള്? അതായത് റിമോട്ട് ഏരിയാസിലുള്ള കുട്ടികൾക്ക് ഈ 1 കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ ഉണ്ടാകണം എന്നൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഈ വയനാട് പോലുള്ള ജില്ലകളിൽ, നമ്മൾ കേരളത്തിൽ പറയുന്നത് കൊണ്ടാണ്, വയനാട് പോലുള്ള ജില്ലകളിലാണെങ്കിൽ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം പഠിക്കാൻ. അതാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, അഡൽട്ട് ഇല്ലിറ്ററസിയും കൂടെ മാറ്റണം. അതായത് നമ്മളിപ്പോ 14 വയസ്സ് വരെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 21A പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു 14 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികള് ഇഷ്ടമുള്ള കുട്ടികൾ തന്നെ അതിന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോ അത് ഒഴിവാക്കണം. അത് മാത്രല്ല, ഈ ഒരു നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ 21A പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നത് 1980s ആ ഒരു ടൈമിലാണ്. അതിന് മുമ്പിലുണ്ടായിരുന്ന കുട്ടികള് അഡൽട്ട് ആയിട്ടുണ്ടാവും. ആ അഡൽട്ട് ഒക്കെ ഇല്ലിറ്ററേറ്റ് ആണ്. ആ അഡൽട്ടിന്റെ ഇല്ലിറ്ററസി മാറ്റണം. അതുപോലെ തന്നെ നമ്മളെ 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് എലമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള പോയിന്റിൽ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഏതോ ഒരു രാഷ്ട്രമാകട്ടെ, ഏത് രാഷ്ട്രത്തിന്റെ ആയാലും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അടുത്ത റെക്കമെൻഡേഷൻ. അതില് നമുക്ക് പറയാം എംപ്ലോയ്മെന്റ്, അതായത് പഠിച്ചാൽ മാത്രം പോരാ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി എംപ്ലോയബിൾ ആയ കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ വർക്ക് ചെയ്യാനും ഉള്ള ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കണം. അതുപോലെ പൊല്യൂഷനെ കുറിച്ച്, പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചൊക്കെ നമുക്ക്
വളർന്നു വരുന്ന തലമുറക്ക് കൃത്യമായ ധാരണയും കൊടുക്കണം. പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ രാഷ്ട്രത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, ഇപ്പം നമ്മളൊന്നും ജോലി എടുത്തിട്ടില്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഡിസാസ്റ്റർ ആയി മാറുന്നു. ഇന്ത്യയുടെ അവസ്ഥ കുറച്ച് കഴിയുമ്പോഴേക്കും ആരും ജോലിയില്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് യൂത്ത് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഈ യൂത്ത് ഒക്കെ വലുതായി ഓൾഡ് ഏജ് ആവും. അപ്പൊ നമുക്ക് കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ള യൂത്തിന്റെ എണ്ണവും കുറവായിരിക്കും. അതൊരു വലിയൊരു ഡിസാസ്റ്റർ തന്നെയായി മാറും, പോപ്പുലേഷൻ ഡിസാസ്റ്റർ തന്നെയായി മാറും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. നെക്സ്റ്റ് തിങ് ആണ് സയന്റിഫിക് ഡെവലപ്മെന്റ്. അതായത് സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക. ഒരു സൊസൈറ്റി വളരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സയൻസ് വളരെ അത്യാവശ്യമാണ്, റിസർച്ചും വളരെ അത്യാവശ്യമാണ്. അപ്പൊ സയൻസിനോടും റിസർച്ചിനോടും ഉള്ളൊരു ടെമ്പർ വളർത്തിയെടുക്കുക. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വേൾഡില് കമ്പ്യൂട്ടർ സ്കിൽസ് വളരെ അധികം വേണം. പിന്നെ ടിവിസ്, ഓഡിയോസ്, അങ്ങനെ നമ്മുടെ മാറുന്ന ഇതിനനുസരിച്ചുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. നെക്സ്റ്റ് ഈസ് സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് നമ്മൾ തമ്മിലുള്ള കാസ്റ്റ് ബാരിയേഴ്സ്, റിലീജിയണൽ ബാരിയേഴ്സ്, റീജിയണൽ ബാരിയേഴ്സ്, അങ്ങനെയുള്ള ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ രാഷ്ട്രം ഡൈവേഴ്സ് ആണ്, ഡൈവേഴ്സിറ്റീനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും ഉള്ളിൽ ഒരു വണ്ണസ് ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കണം. അങ്ങനെ മാത്രമേ നാഷണൽ ഇന്റഗ്രേഷൻ സാധ്യമാവുള്ളൂ. സോ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് ഈസ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റിമോട്ട് ഏരിയാസിലൊക്കെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പിന്നെ പലതരം കുട്ടികളുണ്ട്, ലോവർ സ്ട്രാറ്റേന്ന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിന്റെ മെയിൻ ഒരു എയിം ആയിട്ട് നമ്മൾ പറഞ്ഞത് റിമൂവ് ബാരിയേഴ്സ് എന്നുള്ളതാണ്. അതായത് പ്രൊമോട്ട് ഇക്വാലിറ്റി. ആ ഒരു ഇക്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആണ് ഈ പറഞ്ഞത്. അതിൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നവോദയ വിദ്യാലയങ്ങളാണ്. നവോദയ വിദ്യാലയങ്ങൾ നിങ്ങൾക്കറിയാം, പിന്നെ റീജിയണൽ ഇംബാലൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത ഒരു സമ്പ്രദായമാണ്. അതായത് എക്സലന്റ് കുട്ടികളെ, നമ്മുടെ റിമോട്ട് ഏരിയാസിലുള്ള എക്സലന്റ് കുട്ടികളെ കണ്ടുപിടിച്ച് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് നവോദയ വിദ്യാലയം എന്ന് പറയുന്നത്. സോ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യമാണ് വൊക്കേഷണലൈസേഷൻ, എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റിയുടെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ആക്സസിനുള്ള ഓപ്പർച്യൂണിറ്റി, വിദ്യാഭ്യാസത്തിനുള്ള ഓപ്പർച്യൂണിറ്റിയിലുള്ള ഇക്വാലിറ്റി ആണ് പറഞ്ഞത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി എന്നുള്ളതാണ്. വിമൻസിന്, ട്രൈബ്സിന്, എസ്സിക്ക്, ഒബിസിക്ക്, ഡിസേബിൾഡിന്, അഡൾട്ടിന്, മൈനോറിറ്റീനും ഒക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളും ഈ സൊസൈറ്റിയിൽ ഈക്വൽ ആണ്, അഥവാ ഈക്വൽ സ്റ്റാറ്റസ് കിട്ടേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവും. സോ ഇത്രയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആണ്. ഇത് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ പഠിച്ചല്ലോ, അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതണ്ടേ. ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1992, NPE 1992. നമ്മൾ നേരത്തെ 2 NPE കണ്ടു, NPE 1968ഉം NPE 1986ഉം. 1986ന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് 1992 NPE. മോഡിഫിക്കേഷൻ ഓഫ് NPE 1986ന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് എഡ്യൂക്കേഷൻ പോളിസി 1992. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ 1990
നമ്മുടെ NP 1986 റിവ്യൂ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മിറ്റീനെ സെറ്റപ്പ് ചെയ്തു. 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമ്മളിപ്പോ പഠിച്ച കാര്യത്തിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആചാര്യ രാമൂർത്തി. പക്ഷെ 1991 അദ്ദേഹം പോവുകയും ഇതിന്റെ ചെയർമാൻഷിപ്പ് N. റെഡ്ഡിക്ക് ലഭിക്കുകയും ചെയ്തു. 1992 അദ്ദേഹം പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന പേരിൽ ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. സോ നമ്മളെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 1990 കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ചെയർമാൻ ആചാര്യ രാമൂർത്തി ആയിരുന്നു. പക്ഷെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അഥവാ 1992 ഇതിന്റെ ചെയർമാൻഷിപ്പ് N. റെഡ്ഡിയുടെ കയ്യിലായിരുന്നു. ഇതിന് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 എന്നും അതുപോലെ തന്നെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1992 എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് UEE. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ UEE നെ കുറിച്ചൊക്കെ പറയുണ്ടായി. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് 5 ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെ ഓർത്ത് വെക്കാനുള്ള ഒരു കോഡായിട്ട് പേപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട്. പേപ്പർ എന്തൊക്കെയായിരുന്നു? P. പ്രൊവിഷൻ, യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൊവിഷൻ. A. യൂണിവേഴ്സലൈസേഷൻ ഓഫ് അച്ചീവ്മെന്റ്. P. യൂണിവേഴ്സലൈസേഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ. E. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എൻറോൾമെന്റ്. ആൻഡ് R. യൂണിവേഴ്സലൈസേഷൻ ഓഫ് റീറ്റെൻഷൻ. അപ്പോൾ റെക്കമെൻഡേഷനിൽ പറയുന്നത് ഇതിനെല്ലാം ഉള്ള സംഭവങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ നടത്തണം. ഇതിനോടൊപ്പം തന്നെ പ്രൊവിഷന്, അച്ചീവ്മെന്റിന്, പാർട്ടിസിപ്പേഷന്, എൻറോൾമെന്റിന് അതുപോലെ തന്നെ റീറ്റെൻഷനെയും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. നെക്സ്റ്റ് തിങ് ഈസ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇത് ഒരു പേരാണ്. ഇത് എന്തിനു കൊടുത്ത പേരാന്ന് വെച്ചാല് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഒക്കെ ഡെവലപ്മെന്റിന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുള്ള ഒരു പ്രൊജക്ട്. അതായത് നമ്മുടെ എല്ലാം ക്വാളിറ്റി ഡെവലപ്മെന്റ്, നമ്മൾ എപ്പോഴും എഴുതുന്ന പോയിന്റ്സ് ആണ് ക്വാളിറ്റി ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ. ഇതിൽ മനസ്സിലാക്കേണ്ടത് പ്രോഗ്രാം ഓഫ് ആക്ഷന് ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് മുഖാന്തരം നമ്മുടെ സ്കൂൾസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് തിങ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യമാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്നാണ് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സൊസൈറ്റി അഥവാ കമ്മ്യൂണിറ്റിന്റെ ഒക്കെ കോൺട്രിബ്യൂഷനും ഈ നമ്മുടെ എഡ്യൂക്കേഷന് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ പിന്നെ ഫണ്ട് റേസിംഗിനായാലും അതുപോലെ എല്ലാ തരം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം കാര്യങ്ങൾക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വളരെ പ്രധാനമാണ്. കൂടാണ്ട് വിമൺ ഇൻസ്ട്രക്ടേഴ്സ്, അതായത് ഈ പിന്നെ സ്കൂൾസിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെൺകുട്ടികളുടെ എൻറോൾമെന്റ് കൂടുന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമൺ ഇൻസ്ട്രക്ടേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതും ഇവർ കണ്ടെത്തിയ ഒരു റെക്കമെൻഡേഷനാണ്. അടുത്തൊരു റെക്കമെൻഡേഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ട്രെയിനിങ്. അതായത് ട്രെയിനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെറ്റപ്പ് ചെയ്യാം. ഡയറ്റ്, NCERT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെറ്റപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഫോളോ അപ്പ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തു. പക്ഷെ ആർക്കും ഈ 14 വയസ്സിന് ശേഷം പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. സോ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പ് പ്രോഗ്രാംസും നടത്തണം എന്നാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 പറയുന്നത്. നെക്സ്റ്റ് തിങ് ഈസ് ഡൈവേഴ്സിഫൈഡ് കോഴ്സസ്. അതായത് ഈ പിന്നെ ഏതാണ്ട് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള
ചിലർക്ക് ചിലതിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന, അതായത് പലതരത്തിലുള്ള കോഴ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ബോത്ത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് തിങ് ഈസ് ന്യൂട്രീഷൻ സപ്പോർട്ട്. അതായത് നമ്മുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, അതായത് പഠിക്കുന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കാനും അല്ലെങ്കിൽ പഠനത്തിന് ഹെൽപ്പ് ചെയ്യാൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റണ്ണിങ്ങും ഇതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ന്യൂട്രീഷൻ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കാനും ശ്രമിക്കുക. പിന്നെ നാഷണൽ ലിറ്ററസി മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ സ്ഥാപിക്കുക. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണ്. എല്ലാം എഴുതാൻ പറ്റിയ പോയിന്റ്സ് ആയത് കൊണ്ടാണ് അധികം വിശദീകരിക്കുന്നില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു സംഘടന സ്ഥാപിച്ച AICTE പോലത്തുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷനും നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. നെക്സ്റ്റ് തിങ് ഈസ് യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സെപ്റ്റ് IGNOU funded by center through UGC. അതായത് ഈ യൂണിവേഴ്സിറ്റിയിലെ ഫണ്ടിങ്, യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ കാലത്തൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഒന്ന് നവീകരിച്ച് എടുക്കാനുള്ള ഒരു സംരംഭമായിരുന്നു ഇത്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, IGNOU ഒഴികെയുള്ള ബാക്കി എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും 100% സെന്റർ ഫണ്ടഡ് ആണ്. അതിന് വേണ്ടുന്ന ഉന്നമന പ്രവർത്തനങ്ങള്, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ സെന്റർ ഫണ്ടില് സെന്റർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല IGNOU ആണെങ്കിൽ പിന്നെ സെന്റർ മാത്രമാണ് ഫണ്ട് ചെയ്യുന്നത്. ഇതിൽ ത്രൂ UGC ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഫണ്ട് ചെയ്യുന്നത് ത്രൂ UGC ആണ്. ഇതൊന്നും എഴുതണ്ട, യൂണിവേഴ്സിറ്റിയെ നവീകരിക്കുക എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ ഇത്രയാണ് നമ്മള് ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. പിന്നെ യൂണിറ്റ് 6ന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ കഴിഞ്ഞത്. ഇനി പാർട്ട് 2 ചെയ്യാനുണ്ട്. പാർട്ട് 2 കൂടെ കഴിയുമ്പോഴേക്ക് യൂണിറ്റ് 2 നമുക്ക് കഴിയും. ഓക്കെ, താങ്ക് യു.